അപ്പം സാറ് പറഞ്ഞത് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് US അത്ര ഒരു കോസ്റ്റ്ലി അഫയർ അല്ല. മറ്റ് നമ്മൾ UK-ലും കാനഡയിലും ഒക്കെ പോകുന്ന ആ ഒരു ഫീസിലൊക്കെ തന്നെ പഠിക്കാനുള്ള പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ ബാച്ചലർ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഫീസ് കുറവാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവാണ്. ഇവരുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും ഇവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് സാലറി ജോബ് വളരെ ഹൈ ആയിരിക്കും. ലോകത്തിൽ ഇത്രത്തോളം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള ഒരു രാജ്യം വേറെ ഇല്ല. US ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി. അതുകൊണ്ടാണ് US പറയുന്നത് once you earn a US degree, your opportunity is going to be global. Not within US. ഒരിടത്തും നോ പറഞ്ഞില്ല, ഗ്ലോബൽ ആണ്. അത് ഏത് രാജ്യത്തെ പോലും നിങ്ങൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്ന ഹൈ ലെവലിലായിരിക്കും. ഒരിക്കലും ലോയിലേക്ക് പ്ലേസ് ചെയ്യുന്നത് 1 ഇയറിന്റെ മാസ്റ്റേഴ്സ് പഠിച്ചാലും 3 ഇയർ US സ്റ്റേ ബാക്ക് കിട്ടും. അത് മാത്രമല്ല ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സാലറി സ്കെയിലുകൾ എപ്പോഴും നല്ല സാലറി സ്കെയിലാണ്. എന്റെ ഒരു അറിവിലും എന്റെ ഒരു എക്സ്പീരിയൻസിലും ഒരു $60,000 താഴേക്ക് പോകാറില്ല. 1-2 അല്ല വേക്കൻസി. ഉദാഹരണം പറഞ്ഞാൽ എന്റെ യൂണിവേഴ്സിറ്റിന്റെ IT സപ്പോർട്ട് സ്റ്റുഡൻസിന് IT സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഏകദേശം 100 വേക്കൻസികളാണ് സ്റ്റുഡൻസിന്. അത് എല്ലാ സെമസ്റ്ററും പബ്ലിഷ് ചെയ്യും. 100 വേക്കൻസി. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 500 വേക്കൻസികൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ കൊടുക്കുന്നുണ്ട്. ആ ക്യാമ്പസിൽ തന്നെ നമുക്ക് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്റെ യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ്. ലൊക്കേഷൻ യൂറി, പെൻസിൽവാനിയ. വേറെ ക്യാമ്പസ് എവിടെയെങ്കിലും? ഒരു ക്യാമ്പസ് ഉണ്ട്, അത് ഫ്ലോറിഡയാണ്. ആ ക്യാമ്പസിൽ ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത സെമസ്റ്റർ മുതൽ അല്ലെങ്കിൽ അടുത്ത മുതൽ അങ്ങോട്ടേക്ക് കൂടെ ഫ്ലോറിഡയിലേക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള ഏകദേശം ഒരു 100 പ്രോഗ്രാംസിന് മേലുണ്ട്. ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ? ബാച്ചിലറും മാസ്റ്ററും കൂടെ ആയിട്ട് കൂടുതൽ ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 74 രാജ്യങ്ങളിൽ 74 കൺട്രീസ് ക്യാമ്പസ്. അപ്പൊ അറിയാലോ എത്രത്തോളം. അതിന്റെ അകത്ത് പക്ഷേ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻസ്. മലയാളീസ് IELTS ആണെങ്കിൽ നമുക്ക് വേണ്ട സ്കോർ 6 ആണ്. DLUC ആണെങ്കിൽ 100 ആണ്. അപ്പം IELTS ഒക്കെ 6 മതി. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഇൻടേക്കുകൾ എപ്പോഴാണ്? നമുക്ക് മെയിൻലി ഉള്ളത് 3 ഇൻടേക്സ് ആണ്. ജനുവരി, മെയ്, ഓഗസ്റ്റ്. ആക്ച്വലി വിസ ഡോക്യുമെന്റ് പറയുന്നത് അത് എത്ര സമയമൊക്കെ പെട്ടെന്ന്? അത് സാധാരണ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെ 3 ആഴ്ച കൊണ്ട്. അതും ഇവിടെ മാർക്കറ്റിലുള്ള ഒരു വലിയ ചിന്തയാണ്. US ആപ്ലിക്കേഷൻ വെച്ച 4-5 6 മാസം. പിന്നെ ഞാൻ US വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സപ്പോർട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമോ? എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അവിടെ നിന്ന് ഞങ്ങൾ നിങ്ങളെ പിക്ക് ചെയ്യും. യൂണിവേഴ്സിറ്റി പിക്ക് ചെയ്യും. ഓക്കെ. ഇപ്പം എന്റെ യൂണിവേഴ്സിറ്റിയിലെ കാര്യം പറയാം. എന്റെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിന്റെ അടുത്തുള്ള എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളതിന് വന്ന് പിക്ക് ചെയ്യും. അക്കോമഡേഷന്റെ കാര്യം ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൺ ക്യാമ്പസിലുണ്ട്. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 1 ഡേ ആണോ എങ്ങനെയാണ്? ഒരു 4 ദിവസം പ്രോഗ്രാം ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ ഒരുമാതിരി എല്ലാ ധാരണ കിട്ടും എങ്ങനെയാണുള്ളത്, ഇൻക്ലൂഡിംഗ് ഒരു ട്രിപ്പ് ടു നായഗ്ര വാട്ടർഫോൾ. അതുകൊണ്ട് നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. വിദേശ പഠനത്തിന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഡെസ്റ്റിനേഷനിലൊന്നാണ് US, അമേരിക്ക എന്നുള്ളത്. എന്നാൽ നമ്മളിൽ പലരും US കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു വലിയ കാരണം US ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതല്ലെങ്കിൽ അവിടെ വിസ കിട്ടാൻ അഡ്മിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് ആണ് എന്നുള്ള ചിന്തയാണ്. എന്നാൽ ഓർക്കുക, ഈ UK-യിലും കാനഡയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ US മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ അവസരമുണ്ട്. അതും അതും അഡ്മിഷൻ നേടിയതിനു ശേഷം വിസ കിട്ടിയതിനു ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതിയാകും. GRE, GMAT പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ നേടാം. പഠനശേഷം STEM പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ 3 ഇയേഴ്സ് ഒക്കെ സ്റ്റേ ബാക്ക് ലഭ്യമാണ്. എന്ന് മാത്രവുമല്ല, പിന്നീട് H1B വിസ പോലെയുള്ള അവസരങ്ങളിലൂടെ ആ രാജ്യത്തെ പെർമനന്റ് റെസിഡൻസ് ആകാനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വിദേശത്തെ US ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ആയിട്ടുള്ള മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പൊ ഈ US സ്റ്റഡി അവസരങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് US പെൻസിൽവാനിയയിലുള്ള ഗാനൻ യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ഏഷ്യ അതേപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള മിസ്റ്റർ രതീഷ് രവി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം സാറിനോട് അറിയേണ്ടത് ഈ US സ്റ്റഡി ഓപ്ഷൻ
അത് നമ്മുടെ കുട്ടികൾ അത്രയും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് US പഠിക്കണം? അതിന് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ആ കാര്യങ്ങൾ സാർ ഒന്ന് സൂചിപ്പിക്കാമോ? ശരിക്കും പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ US പഠിക്കുന്ന. ഓക്കെ. കാരണം പറയാം, പല ആൾക്കാർക്കും അറിയത്തില്ലാത്തതെന്ന് വെച്ചാൽ ഏത് പ്രോഗ്രാം സെലക്ട് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ എന്തെല്ലാം ബെനിഫിറ്റ്സ് നമ്മൾ ആരും അറിയത്തില്ലാത്തത്. നമ്മുടെ US നമുക്ക് ബേസിക്കലി 2 തരം പ്രോഗ്രാം ഉണ്ട്. ഒന്ന് സ്റ്റെമ്മും നോൺ സ്റ്റെം പ്രോഗ്രാംസ് ഉണ്ട്. സ്റ്റെം എന്ന് പറയുമ്പോൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അതിൽ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടത് ഈ മേഖലയുള്ള ബ്രെയിൻ ആണ്. അവർക്ക് എന്നും അവിടെ സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ ഇങ്ങനത്തെ സ്റ്റെം പ്രോഗ്രാം, അത് 1 വർഷം പ്രോഗ്രാം ആണെങ്കിലും 1.5 ആണെങ്കിലും 2 വർഷം പ്രോഗ്രാം ആണെങ്കിലും അതേസമയം അത് മാസ്റ്റർ ലെവലിൽ, ബാച്ചലർ ലെവലിൽ പഠിച്ചാൽ പോലും അവർക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. ഉദാഹരണം 1 ഇയറിന്റെ മാസ്റ്റേഴ്സ് പഠിച്ചാലും 3 ഇയർ US സ്റ്റേ ബാക്ക് കിട്ടും. ഈ സ്റ്റെം ഡെസിഗ്നേറ്റഡ് പ്രോഗ്രാം കിട്ടും. ഉദാഹരണം ഇപ്പോൾ ഒരാൾ ബാച്ചിലർ പഠിക്കുന്നു, 4 വർഷം പഠിക്കുന്നിരിക്കും. 4 വർഷം പഠിച്ച് സ്റ്റെം പ്രോഗ്രാം ആണ്, അയാൾക്ക് 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടി. അതിനുശേഷം അയാൾ വന്നിട്ട് അയാളുടെ മാസ്റ്റർ പ്രോഗ്രാം 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു, വീണ്ടും 3 വർഷം കൂടെ സ്റ്റേ ബാക്ക്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ H1B ഒക്കെ കൺഫേം ആയി പോയിരിക്കും. അതല്ലേ? അത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അവരുടെ സാലറി സ്കെയിലുകൾ എപ്പോഴും നല്ല സാലറി സ്കെയിലാണ്. എന്റെ ഒരു അറിവിലും എന്റെ ഒരു എക്സ്പീരിയൻസിലും ഒരു $60,000 താഴേക്ക് പോകാറില്ല. എപ്പോഴും അതിന് മേളിലേക്ക് പോകാറുള്ളൂ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മാസ്റ്റർ ലെവലാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് $30,000 ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് 6 മന്ത് $30,000 എന്ന് പറയുമ്പോൾ ഒരു 25 lakhില് താഴെ നിൽക്കും. അത് ഒരു PG പ്രോഗ്രാം ഇൻക്ലൂഡിംഗ് ഇപ്പം എന്റെ യൂണിവേഴ്സിറ്റിയാണ്, ഇൻക്ലൂഡിംഗ് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് കൂട്ടി ഒരു 30,000 ആവുള്ളൂ. അത് അടുത്ത നമ്മൾ 1 വർഷം പ്രോഗ്രാം അല്ലെങ്കിൽ 1.5 വർഷം പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത 6 മാസം കൊണ്ട് തന്നെ നമ്മളെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. ഈ US ഭയങ്കര കോസ്റ്റ്ലി ആണെന്നാണ് പൊതുവെ ആൾക്കാരുടെ ഒരു വിചാരം. പക്ഷെ ഇതൊരു 25 lakh ഇന്ത്യൻ റുപ്പീസിന് നമുക്കൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റും. പല രാജ്യത്തും പോയാല് ഈ മെയിൻ സിറ്റി വിട്ടാൽ പാർട്ട് ടൈം ജോലികൾ കിട്ടുമെന്നുള്ള. US ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ നമുക്ക് ഈ നമ്മുടെ എന്താ പറയാ എംപ്ലോയ്മെന്റ് 2 തരത്തിലാണ് വരുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞത് പാർട്ട് ടൈം ജോബ് എടുക്കല്ലേ, അതിന്റെ പേര് CPT എന്നാ പറഞ്ഞത്. അത് നമ്മൾ ആദ്യത്തെ 2 സെമസ്റ്റർ വിത്തിൻ ദ യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി തന്നെ വേക്കൻസികളാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് തരത്തിൽ വേക്കൻസികളാണ്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു 3 ലെവലായിട്ട് തിരിക്കുകയാണെങ്കിൽ ഒന്ന് അക്കാഡമിക് റിലേറ്റഡ് ജോബ്സ് ആണ്. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പല റിസർച്ച് അസിസ്റ്റന്റ്, ടീച്ചിങ് അസിസ്റ്റന്റ് നല്ല സ്കെയിലാണ് പോകുന്നത്. ചില ഡിപ്പാർട്ട്മെന്റിന് കംപ്ലീറ്റ് ട്യൂഷൻ ഫീസ് പോലും വേവ് ഓഫ് ചെയ്യും കുട്ടികൾക്ക്. രണ്ടാമത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ക്ലറിക്കൽ ലെവൽ ജോബ്, ഇപ്പൊ ഗ്ലോബൽ അഡ്മിഷൻ, ഗ്ലോബൽ സപ്പോർട്ട്, അതുമല്ലെങ്കിൽ ലൈബ്രറി, അതുമല്ലെങ്കിൽ ഫിറ്റ്നസ്, അങ്ങനത്തെ ഒരു ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ 1-2 അല്ല വേക്കൻസി. ഉദാഹരണം പറഞ്ഞാൽ എന്റെ യൂണിവേഴ്സിറ്റിന് IT സപ്പോർട്ട്, സ്റ്റുഡൻസിന് IT സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഏകദേശം 100 വേക്കൻസികളാണ് സ്റ്റുഡൻസിന്. അത് എല്ലാ സെമസ്റ്ററും പബ്ലിഷ് ചെയ്യും, 100 വേക്കൻസി. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം എല്ലാം കൂടെ ഒരു 1,500 വേക്കൻസികൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ക്യാമ്പസിൽ തന്നെ നമുക്ക് പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവിടുത്തെ കഫറ്റീരിയ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. എല്ലാ ഒരു നല്ലൊരു ശതമാനത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ എല്ലായിടത്തും നല്ല കഫറ്റീരിയസ് കാണും, കോഫി ഷോപ്സ് കാണും, അങ്ങനത്തെ കുറെ അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ മാക്ഡൊണാൾഡ്സ് ഒന്നും പോയി അങ്ങനൊന്നും പോകാതെ തന്നെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമുക്ക് ജോലിയിലേക്ക് എത്താനുള്ള. അപ്പം നമ്മളിപ്പം ഒരുപാട് നല്ല എൻവയോൺമെന്റ് വർക്ക് ചെയ്യും, ഇഷ്ടംപോലെ എക്സ്പോഷർ കിട്ടും. നമ്മളിപ്പോ ഒരു ഷോർട്ട് ടൈം ബെനിഫിറ്റിന് വേണ്ടി ഒരു 1 ഇയർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വർക്ക് ചെയ്തിട്ട് ഒരു 1 ഇയർ ഡിപ്ലോമ പഠിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിരിക്കും. ഇത് നമ്മൾ പറഞ്ഞ ഒരു 1 ഇയർ 1.5 ഇയർ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി കൃത്യമായിട്ട് പഠിച്ചു പോകണമെങ്കിൽ അത് നമ്മൾ ലോങ് ടൈമിൽ നമ്മളെ അതുപോലെ ബെനിഫിറ്റ് ചെയ്യും. അപ്പൊ എല്ലാവരും യൂസിന്റെ കാര്യം ഓർക്കുമ്പോഴേക്കും ചിന്തിക്കുന്ന വെച്ചാൽ നമുക്ക് എനിക്ക് ജോലി കിട്ടാൻ പാടാണ്. അപ്പൊ എനിക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, യൂസിൽ പഠിച്ച് തിരിച്ചു വന്നിട്ട് ജോലി കിട്ടാൻ പാടില്ല. ഞാൻ തിരിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് യൂസിൽ പഠിക്കാൻ പോയിട്ട് എത്ര പേര് തിരിച്ചു കണ്ടിട്ടില്ല? പക്ഷെ അപ്പൊ എന്നാലും സംസാരം യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ പാടാണ്, അതുപോലെ തന്നെ വിസ കിട്ടാൻ പാടാണ്. അപ്പം സാറ് പറഞ്ഞത് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, US അത്ര ഒരു കോസ്റ്റ്ലി അഫയർ അല്ല. മറ്റ് നമ്മൾ UK-ലും കാനഡയിലും ഒക്കെ പോകുന്ന ആ ഒരു ഫീസിലൊക്കെ തന്നെ പഠിക്കാനുള്ള പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ, ബാച്ചലർ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഫീസ് കുറവാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് കുറവാണ്. ഇവരുടെ കോഴ്സ് കഴിയുമ്പോഴേക്കും ഇവർക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്, സാലറി, ജോബ് വളരെ ഹൈ ആയിരിക്കും. US എന്ന് പറഞ്ഞാൽ പറയാം, ഇപ്പൊ ഒരു ബാച്ചിലർ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഒരാൾ മാസ്റ്റർ ചെയ്യാൻ പോകും, ഒരു MBA ചെയ്യാം, ബിസിനസ് അനലിറ്റിക്സ്.
ഇപ്പം എന്റെ യൂണിവേഴ്സിലാണെങ്കിൽ നമുക്കൊരു $26,000 മാക്സിമം $30,000 നമുക്ക് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു 1.5 വർഷം പ്രോഗ്രാം. 1.5 വർഷം ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി 1.5 വർഷം എന്ന് പറയാമെങ്കിലും യഥാർത്ഥമായിട്ട് ശരിക്കും പറഞ്ഞാൽ 12 മാസം അത് കാര്യം ഇടയ്ക്ക് നമുക്കൊരു സമ്മർ ബ്രേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ്. ഓക്കെ, അതൊരു 2.5 to 3 months. ഓക്കെ, പിന്നെ ഇടയ്ക്ക് ചില ബ്രേക്കുകൾ വരുന്നത് ഇന്ത്യക്ക് ബ്രേക്ക് വരുന്നതുകൊണ്ടാണ് ഇത് 1.5 വർഷമായിട്ട് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 12 മാസം സ്റ്റഡീസ് ഉള്ളൂ. ഈ 12 മാസം സ്റ്റഡീസ് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ഒരു ആവറേജ് സാലറി, ഒരു സ്റ്റെം പ്രോഗ്രാം പഠിച്ച ഒരു ആവറേജ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു എന്റെ എക്സ്പീരിയൻസിൽ ഒരു $60,000 ഇയർലി. അതേസമയം ഈ സെയിം കാര്യം നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 30,000, 35,000, 40,000 അല്ലെങ്കിൽ 25,000 ആയിക്കോട്ടെ. പക്ഷെ അത് കഴിയുമ്പോൾ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. അപ്പൊ അതാണ്, അപ്പൊ നമുക്കൊരു ഡ്രീം ഉണ്ട് ചെയ്യണം തോന്നുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാർ വെച്ചാൽ എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല, ഷോ മണി കാണിക്കാൻ എനിക്ക് ഇത്രയും ഫീസ് ഇപ്പൊ കൊടുക്കാം. ഷോ മണി ഒന്ന് അവർക്കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ മറ്റു രാജ്യങ്ങളിൽ 6 മാസം സ്റ്റേറ്റ്മെന്റ്, 3 മാസം സ്റ്റേറ്റ്മെന്റ് നമ്മൾ അക്കൗണ്ടിൽ പൈസ അല്ലേ? ശരി, ഇതങ്ങനെയില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ 2 ദിവസം മുന്നേ വാങ്ങിക്കൊണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമുക്ക് തരാം. അത് വിസ ഇന്റർവ്യൂവിന് പോകുമ്പോഴല്ലേ ഇത് വേണ്ട, അതോ അഡ്മിഷന്റെ സമയത്ത്? അഡ്മിഷൻ അത് എത്ര എമൗണ്ട് നമ്മൾ ഷോ മണി? അത് ഓരോ പ്രോഗ്രാം ഒരു ആവറേജ് പറഞ്ഞ $30,000 കൂടുതൽ വരത്തില്ല. ലക്ഷം രൂപ ഷോ മണി ആയിട്ട് അത് കൂടുതൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വിസ കിട്ടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പൈസ എടുക്കാം, വിഡ്രോ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താം. അത് അവിടെ കീപ്പ് ചെയ്യണമെന്നില്ല, ലോക്ക് ചെയ്യണ്ട. എപ്പോഴാണോ ആവശ്യം വരുന്നത് അന്നേരം നിങ്ങൾ അയച്ചാൽ മതി. 2, നിങ്ങൾക്ക് വിത്തിൻ യുഎസിൽ തന്നെ ഇഷ്ടംപോലെ ലോൺ അവൈലബിൾ. ഒരു ക്വാർട്ടർ സെക്യൂരിറ്റി ഇല്ലാതെ ഇഷ്ടംപോലെ ലോൺ അവൈലബിൾ. അല്ല, യുഎസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഫസ്റ്റ് ഇയർ ഫീസ് പേ ചെയ്തിട്ട് പോകും. ഇവിടുന്ന് വേണമെങ്കിലും ആ ലോൺ ആപ്ലിക്കേഷൻ വെക്കാം. യുഎസ് ലോണിന്റെ ആപ്ലിക്കേഷൻ ഇഷ്ടംപോലെ അങ്ങനത്തെ ലോൺ അവൈലബിൾ. അതായത് നമുക്കൊരു യുഎസ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിസ കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇഷ്ടംപോലെ ലോൺ. എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രൊവൈഡറിന്റെ പേര് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനത്തെ ഇഷ്ടംപോലെ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അത് നമ്മുടെ പേയ്മെന്റ്, നമ്മുടെ റീപേയ്മെന്റ് ഒക്കെ തുടങ്ങി നമ്മുടെ കോഴ്സിലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ H1Bയിലേക്ക് കയറി കഴിയുമ്പോഴേക്കേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ OPT-യിലേക്ക് കയറി കഴിയുമ്പോഴേക്കേ ഉള്ളൂ റീപേയ്മെന്റ് പോലും വരത്തുള്ളൂ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പെൻസിൽവാനിയയിലാണ് അല്ലെ? യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ഒന്ന് പറയാമോ? അതൊരു ഒരുപാട് ഓൾഡ് യൂണിവേഴ്സിറ്റിയാണ്. 1925 എസ്റ്റാബ്ലിഷ് ആയ യൂണിവേഴ്സിറ്റിയാണ്. 98 years. അതെ, അത് വൺ ഓഫ് ദ വെരി ഫ്യൂ കാത്തലിക് ഡയസിന്റെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി. കാത്തലിക് യൂണിവേഴ്സിറ്റി. ഇറ്റ്സ് എ നോൺ പ്രോഫിറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. യുഎസ് നമ്മൾ നോക്കുമ്പോഴേക്കും 3 തരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 1 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, 2 പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ്, 3 പ്രൈവറ്റ് ഫോർ പ്രോഫിറ്റ് യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് ഇപ്പൊ ഹാർഡ്വേർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് ആണ്. അപ്പൊ അത് ഈ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിലാണ് വരുന്നത്. സ്റ്റേറ്റും പ്രൈവറ്റ് നോൺ പ്രോഫിറ്റും ഒരു കാറ്റഗറി. മൂന്നാമത്തെയാണ് പ്രൈവറ്റ് ഫോർ പ്രോഫിറ്റ്. അത് പ്രത്യേകം എഴുതി നമുക്ക് കാണുകയും അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എന്റെ ഒരു ചിന്ത. ഡിപ്പെൻസ് ആണ്. അപ്പം എന്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നോൺ പ്രോഫിറ്റ് യൂണിവേഴ്സിറ്റിയാണ്, കാത്തലിക് യൂണിവേഴ്സിറ്റിയാണ്. ലൊക്കേഷൻ യൂറി, പെൻസിൽവാനിയ. വേറെ ക്യാമ്പസ് എവിടെയെങ്കിലും? ഒരു ക്യാമ്പസ് ഉണ്ട്, അത് ഫ്ലോറിഡയാണ്. ആ ക്യാമ്പസിൽ ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത സെമസ്റ്റർ മുതൽ അല്ലെങ്കിൽ അടുത്ത അങ്ങോട്ടേക്ക് കൂടെ ഫ്ലോറിഡേക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിലുള്ള ഏകദേശം ഒരു 100 പ്രോഗ്രാംസിന് മേലുണ്ട്. ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ? ബാച്ചിലറും മാസ്റ്ററും കൂടെ ആയിട്ട് രണ്ടും ഉണ്ട്. 100, 120, 110 പ്രോഗ്രാംസോട് കൂടി അതിനകത്ത് എല്ലാ മാസ്റ്റർ പ്രോഗ്രാം സ്റ്റെം ആണ്, ഇൻക്ലൂഡിംഗ് ഇപ്പൊ MBA എടുത്താലും സ്റ്റെം ആണ്. നമുക്കൊരു 1 year പ്രോഗ്രാം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, വൺ ഓഫ് ദ ബൂമിംഗ് ഇൻഡസ്ട്രി. യുഎസിൽ ഒരുപാട് സ്കേഴ്സിറ്റി ഉള്ള ഒരു മേഖലയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. 1 year PG ഉണ്ട്, 1 year മാസ്റ്റർ പ്രോഗ്രാം, അതിനും 3 year സ്റ്റേ ഉണ്ട്. അത് നമ്മൾ ഒരു ഡെന്റിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ ആയിക്കോട്ടെ, അതുപോലെ റേഡിയോളജിസ്റ്റ് ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് മേഖലയിലുള്ള ആൾക്കാർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. 1 year കൊണ്ട് പ്രോഗ്രാം കഴിയും. ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ്, ഡിമാൻഡ് ഉള്ള ഒരു ഹൈ ഡിമാൻഡ് ആണ്. റീസെന്റ് അത് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രം ആ പ്രോഗ്രാം സ്റ്റെം കാറ്റഗറിയിലുള്ളൂ. അതിലൊന്ന് എന്റെ യൂണിവേഴ്സിറ്റി. നമ്മുടെ ബാച്ചിലേഴ്സ് 3 year പ്രോഗ്രാം, 4 year. യുഎസിലെ എല്ലാ ബാച്ചിലും 4 year പ്രോഗ്രാം. ഓക്കെ, അപ്പൊ അതിനെന്ത് ഫീസ് ഒക്കെ ഏകദേശം വരുമായിരിക്കും? സാധാരണഗതിയിൽ നമുക്ക് ഒരു 12,400 മുതൽ മേളിലേക്ക് പോകും. ഡിപെൻഡ്സ്, ഇറ്റ് ക്യാൻ ഗോ അപ് ടു ലൈക്ക് $14,400 വരെ. ഓക്കെ, ഇപ്പൊ സാറ് സൂചിപ്പിച്ചു ഏതാണ്ട് 120ഓളം പ്രോഗ്രാംസ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയായിരിക്കും?
ഏരിയാസ് അല്ലെങ്കിൽ അതിനകത്ത് ഹൈ ഡിമാൻഡ് ഉള്ള അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഞാനൊരു റഫ് ഐഡിയ തരാം. ഉദാഹരണം പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ്. നമുക്കുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ഇപ്പം സ്റ്റെമ്മിലെല്ലാം ഉണ്ട്. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എല്ലാം ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് 4 പ്രോഗ്രാംസ് ഉള്ളത്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ഇൻ ഡാറ്റ സയൻസ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, പിന്നെ സൈബർ സെക്യൂരിറ്റി. അങ്ങനെ 4 ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പോകണമെങ്കിൽ മാസ്റ്റർ ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ് മാസ്റ്റർ ലെവലിൽ. എംബെഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അവൈലബിൾ ആണ്. ഇനി അതല്ല, നമുക്ക് വേണ്ടത് വേറെ മേഖലയാണ്. നമുക്ക് വേണ്ട ഒരു ബിസിനസ് ഏരിയയിലാണെങ്കിൽ നമുക്ക് MBA ഇൻ ബിസിനസ് അനലിറ്റിക്സ് അവൈലബിൾ ആണ്. ഇനി അതുമല്ല, നമുക്ക് ഒരു ആർട്സ് മേഖലയാണ് താല്പര്യം. കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നവരുടെ എങ്ങനെയായിരിക്കും MBA ചെയ്യാം. അവർക്ക് അത് മാത്രമല്ലാതെ വേറെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഉദാഹരണം മാസ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അവൈലബിൾ. അതും അല്ലെങ്കിൽ മാസ്റ്റർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ. അതിന്റെ അകത്ത് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷനകത്ത് 3 ഏരിയാസ് തന്നെയാണ്. ഹെൽത്ത് കെയർ, അങ്ങനെ 3 ഏരിയ, കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് റിലേഷൻ, അങ്ങനെ 3 ഏരിയാസ് തന്നെയാണ്. അപ്പൊ ഇത്രയും പ്രോഗ്രാംസ് നമുക്ക് എഞ്ചിനീയറിംഗ് എടുത്താലുണ്ട്, ബിസിനസ് എടുത്താലുണ്ട്, ആർട്സ് എടുത്താലുണ്ട്. ഇതിനകത്ത് MBAയും പിന്നെ പോലെ ഹെൽത്ത് കെയർ, പിന്നെ 4ാമത്തെ മേഖല വരുന്നതാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇതിനകത്ത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനും MBAയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനും പിന്നെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ, ഈ 4 പ്രോഗ്രാം നമുക്ക് ഏത് ബാച്ചിലർ പഠിച്ച ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ വെക്കാം. ശരി, അങ്ങനെ ഉണ്ടല്ലേ. ശരി. അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും ആ മേഖലയിൽ നിന്ന് വന്നതാണ്, അവർ നിങ്ങൾ 6 മാസം എക്സ്ട്രാ ചെയ്യണം, അങ്ങനെയില്ല. അതിന് പകരം സാധാരണ ചെയ്യുന്നത് അവർക്ക് ഓൺലൈനിൽ പഠിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു 4-5 ബ്രിഡ്ജിംഗ് കോഴ്സ് പോലെ കൊടുക്കും. അപ്പൊ ഈ പ്രീ റിക്വസ്റ്റ് അവിടെ ചെല്ലുന്നതിന് മുന്നേ വിസ കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം നമുക്ക് ഇവിടെ നിന്ന് ഒരു കോഴ്സിന് ഏകദേശം ഒരു $45-50 ഒരു കോഴ്സിന് കൊടുത്തിട്ട് ഒരു 6-7 മണിക്കൂർ നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ശരി. അപ്പൊ ഒരു 4 പ്രോഗ്രാം ആണെങ്കിൽ $200 കൊണ്ട് ശരിക്കും അസസ്മെന്റും കാണുമായിരിക്കും. ഉണ്ട്. എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമുക്ക് പഠിച്ചിട്ട് ഓൺലൈനിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 75% മാർക്ക് വേണം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കുട്ടികൾക്ക് വളരെ എളുപ്പമാണ് കിട്ടാൻ വേണ്ടി. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് എന്റെ ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 74 രാജ്യങ്ങളിൽ 74 കൺട്രീസിൽ അപ്പൊ അറിയാലോ എത്രത്തോളം. അതിന്റെ അകത്ത് പക്ഷെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻസ്. മലയാളീസ് ഉണ്ട്. ഞാൻ അങ്ങനെ പർട്ടിക്കുലർ നമുക്ക് ഇങ്ങനെ നമ്പർ കിട്ടാറില്ല. നമ്മളിപ്പോ ഒരു നാഷണാലിറ്റിയുടെ ഇതിലായിരിക്കും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു 10-20 സ്റ്റുഡൻസ് മേളിൽ മലയാളീസിനെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററാണ് തന്നെ എനിക്ക് 10 പിള്ളേർക്ക് മേളിലുണ്ട്. പിന്നെ അത് കൂടുതൽ കാണുമായിരിക്കും. ഈവൻ അത് കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ വൈഡ് ആൻഡ് വാസ്റ്റ്. ഓരോ ബിൽഡിങ്സ് ഇപ്പൊ നമ്മുടെ ഐഹാക്കിന്റെ ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെയുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു കോളേജ്. അപ്പൊ ഞാൻ ഈ പെൻസിൽവാനിയയിൽ ഒറ്റ ക്യാമ്പസിൽ തന്നെയാണോ? ഈ ഒറ്റ ക്യാമ്പസ് തന്നെയാണ്. അതൊരു സിറ്റി ആയിട്ട് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ആണ്. മൾട്ടിപ്പിൾ ബിൽഡിംഗ്. അപ്പൊ ഒരു ബിൽഡിംഗ് അടുത്ത ബിൽഡിംഗിൽ ചിലപ്പോൾ ഒരു 400 മീറ്റർ ആണ് നടക്കുന്നത്. അപ്പം അത്രത്തോളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തമാശ പറഞ്ഞാൽ എന്റെ യൂണിവേഴ്സിറ്റി 2 മലയാളി ടീച്ചർമാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു മലയാള ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ടീച്ചർ റിട്ടയർ ആയി കഴിഞ്ഞിട്ടാണ് നാട്ടിലൂടെ വന്നു കഴിഞ്ഞാൽ. അത് 2ാമത്തെ ആള് ഉണ്ടെന്നുള്ള അറിഞ്ഞത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം ഞാൻ അവിടെ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗിന്റെ സമയത്ത് എനിക്ക് ഫേസ് കണ്ടപ്പോ തോന്നി മലയാളി ചോദിച്ചപ്പോഴേക്കും തിരുവനന്തപുരത്തുള്ള. അപ്പം ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ അവരെ കാണാൻ, കാരണം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ നിൽക്കത്തുള്ളൂ. ഇഷ്ടംപോലെ പിള്ളേരെ കാണും, ഇഷ്ടംപോലെ. ഇതിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ പറഞ്ഞു. പല PGക്കും എന്ത് ഗ്രാജുവേഷൻ ചെയ്തവർക്കും പറ്റുമെന്നൊക്കെ പറയും. വേറെ ഈ GRE GMAT ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റുകൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. വളരെ നല്ല ചോദ്യം. ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് പേര് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരുപാട് എന്താ പറയാ, അതിനെക്കുറിച്ച് റോങ് ഇൻഫർമേഷൻസ് മാർക്കറ്റിൽ സ്പ്രെഡ് ചെയ്യുന്നൊരു മേഖലയും കൂടെ ആണ്. US നമുക്ക് 2 തരം പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പം നമുക്ക് എൻട്രി റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞ ടെസ്റ്റുകൾ പറഞ്ഞു IELTS ഇംഗ്ലീഷിന്റെ പ്രൊഫഷൻസി ടെസ്റ്റ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് അക്കാഡമിക്കലി എൻട്രിക്കുള്ള ടെസ്റ്റുകളാണ്. അതായത് GRE GMAT. ഇത് തന്നെ നമുക്ക് 2 തരം പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഒന്ന് റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസ്, 2 പ്രോജക്ട് ഓറിയന്റഡ് പ്രോഗ്രാംസ്. ഈവൻ റിസർച്ച് ഓറിയന്റഡ് പ്രോഗ്രാംസിനാണ് സാധാരണ ഇതിൽ GRE GMAT ഒക്കെ ചോദിക്കുന്നത്. ആ പ്രോഗ്രാമുകൾക്ക് പോലും നമുക്കൊരു ഹയർ GPA ഉണ്ടെങ്കിൽ നമുക്ക് വേവോഫ് കിട്ടും. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലെ 2 പ്രോഗ്രാമുകൾക്ക് മാത്രമേ ഉള്ളൂ GRE അല്ലെങ്കിൽ GMAT വേണ്ടി വരുന്നത്. ബാക്കി ഒന്നിനും വേണ്ട. കാരണം നമ്മുടെ എല്ലാം ട്രഡീഷണൽ പ്രോഗ്രാംസ് GRE GMAT ഒക്കെ
അവരുടെ GRE GMAT കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മുന്നേ തുടങ്ങിയത് നമ്മുടെ programs. അപ്പൊ ആ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് അവർ ചിന്തിക്കുന്നത് വേണ്ട, ശരി, അതിന്റെ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ MBA പ്രോഗ്രാമിന് ശരിക്കും പറഞ്ഞാൽ GMAT വേണം. പക്ഷേ ഒരു സ്റ്റുഡന്റ് GPA 4-ൽ 3-ന് മേളിലാണെങ്കിൽ വേണ്ട, ആവശ്യമില്ല. 10-ലാണെങ്കിൽ 6-ന് മേളിലുണ്ടെങ്കിൽ വേണ്ട. ശരി, നമുക്ക് വേവ് ഓഫ് ചെയ്യാം. പിള്ളേർക്കൊക്കെ ആ പെർസെന്റേജ് ഒക്കെ കിട്ടുന്നുണ്ട്. വേവ് ഓഫ് ചെയ്യാം. ഇപ്പം എൻവയോൺമെന്റ് സയൻസ് ആൻഡ് മാനേജ്മെന്റ് ഒരു മാസ്റ്റർ ലെവൽ പ്രോഗ്രാം, ആ പ്രോഗ്രാമിനാണെങ്കിലും നമുക്ക് GRE വേണം. പക്ഷേ 3 ഔട്ട് ഓഫ് 4 ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ 6 എബോവ് ഉണ്ടെങ്കിൽ വേവ് ഓഫ് ചെയ്യാം. ശരി, ഓക്കെ. പിന്നെ ഈ IELTS PT അങ്ങനത്തെ ഇംഗ്ലീഷ് റിക്വയർമെന്റ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അതും 2 തരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിലൊരു തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് IELTS, TOEFL, PT, Duolingo അങ്ങനത്തെ ഏതെങ്കിലും സ്കോറുകൾ വേണം, എന്നാലും അഡ്മിഷൻ കിട്ടത്തുള്ളൂ. രണ്ടാമതൊരു തരം യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അവർക്ക് അവരുടെ ക്യാമ്പസ് തന്നെ ESLന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ അവര് ഇത് ചോദിക്കത്തില്ല, IELTS ചോദിക്കുന്നില്ല. പകരം അവർ നമുക്ക് തരുന്ന 2 ഓപ്ഷൻസ് ആണ്. ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ 2 ഓപ്ഷൻസ് തരും. കാരണം ഞങ്ങൾക്ക് ക്യാമ്പസിൽ ESL പ്രോഗ്രാം ഉണ്ട്. നമ്മൾ പറയും നിങ്ങളുടെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ IELTS TOEFL ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അക്കാഡമിക് പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ ആ സമയത്തിന് മുന്നേ നിങ്ങൾ ഈ കിട്ടുന്ന എപ്പോഴെങ്കിലും നിങ്ങൾ എടുത്തില്ല IELTS, TOEFL, PT, Duolingo, English 3. കാരണം വെച്ചാൽ നമ്മളിപ്പോ IELTS ആണെങ്കിൽ നമ്മൾ സെന്ററിൽ പോയി അങ്ങനെയൊക്കെ ഇല്ലേ. ഇപ്പൊ Duolingo അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് ഓൺലൈനാണ്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഫീസും കുറവാണ്. ശരി, ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു IELTS ആണെങ്കിൽ നമുക്ക് വേണ്ട സ്കോർ 6 ആണ്, Duolingo ആണെങ്കിൽ 100 ആണ്. അപ്പം IELTS ഒക്കെ 6 മതി, ഓവറോൾ 6 മതി. അപ്പം Duolingo ആണെങ്കിൽ 100. അപ്പം അതും അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി വന്നു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക്കിലേക്ക് പോകും. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മാർഗം വന്നേരം നമുക്ക് ESL പ്ലേസ്മെന്റ് ടെസ്റ്റ് പോകാം. പ്ലേസ്മെന്റ് ടെസ്റ്റ് പോകുന്നത് ഫ്രീ ആണ് ക്യാമ്പസിൽ. നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് എന്താണുള്ളത്. അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് ഹൈ ആണെങ്കിൽ നമുക്ക് അക്കാഡമിക്കിലേക്ക് പോകാം. ലോ ആണെങ്കിൽ ESL പ്രോഗ്രാം ചെയ്യണം. അതെത്ര അതിന്റെ ഒരു ഡ്യൂറേഷൻ അങ്ങനെ വല്ലോ ഇല്ല, അത് നമുക്ക് ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഇല്ല. കാരണം നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആകുന്ന സാധാരണ അപ്പൊ ഓരോ സെഷനും 9 ആഴ്ച 9 വീക്ക് സെഷൻസ് ആണ് പോകുന്നത്. പക്ഷെ IELTS 6 ഉണ്ടെങ്കിൽ സേഫ് ആയിട്ട് ചെയ്യാം. ശരി, ഓക്കെ. ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയാണ്? ഇൻടേക്കുകൾ എപ്പോഴാണ്? നമുക്ക് മെയിൻലി ഉള്ളത് 3 ഇൻടേക്സ് ആണ്. ജനുവരി, മെയ്, ഓഗസ്റ്റ്. ജനുവരി, മെയ്, ഓഗസ്റ്റ്. ഇതിനകത്ത് ജനുവരിയിലും ഓഗസ്റ്റിലും, അതായത് സ്പ്രിങ്ങും ഫോൾ, സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ജനുവരി, ഫോൾ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ്, ഇത് രണ്ടുമാണ് ബിഗസ്റ്റ് ഇൻടേക്ക്. ഈ സമയത്ത് 99 പ്രോഗ്രാംസും ഓഫർ ചെയ്യും. സമ്മർ അതായത് മെയ് മാസം ഒരു 50% പ്രോഗ്രാംസ് ഓഫർ ചെയ്യും. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുമ്പോഴേക്കും എപ്പോഴും ഒരു 3 മാസത്തിന് മുന്നേ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സുകളൊക്കെ തുടങ്ങി നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം വെച്ച് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ I-20 വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് യൂണിവേഴ്സിറ്റി വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഡോക്യുമെന്റ് പേരാണ് I-20 അക്സെപ്റ്റൻസ് ലെറ്റർ. I-20 വിസ ഡോക്യുമെന്റ് പറയുന്നത്. അത് എത്ര സമയമൊക്കെ പെട്ടെന്ന്? അത് സാധാരണ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെ 3 ആഴ്ച കൊണ്ട്. അതും ഇവിടെ മാർക്കറ്റിലുള്ള വലിയ ചിന്തയാണ്. US ആപ്ലിക്കേഷൻ വെച്ച 4, 5, 6 മാസം അതില്ല. അപ്പൊ ഈ I-20 ഇതും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിസ. ഇപ്പൊ നമുക്കിപ്പം ഇന്ത്യയിൽ ഇപ്പം ഒരുപാട് കൺസൾട്ടൻസി ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഡിപെൻഡന്റ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, കൺസൾട്ടൻസികളുണ്ട്. ഇപ്പം നമുക്കിപ്പോ ഈ നമ്മൾ സംസാരിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ 1-2 കൺസൾട്ടൻസി ഉണ്ട്. അപ്പം അതിന്റെ ഒന്നാണ് ഫ്രിൻഡ് കൺസൾട്ടൻസി. അപ്പൊ നമ്മൾ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് അവര് വഴി നമുക്ക് ചെയ്യാം. അപ്പം കഴിഞ്ഞ ഇന്ത്യയിലാണ് തന്നെ അവർ കപ്പിൾ ഓഫ് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്തു. അപ്പൊ അത് വരുമ്പോ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് വരും, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് വരും. അവരെല്ലാം ഈ കൺസൾട്ടൻസികളെല്ലാം ആപ്ലിക്കേഷൻ വെക്കുന്നത് നമ്മുടെ ഓൺലൈൻ പോർട്ടലിലേക്ക് വരും. അപ്പം അവർ അവരുടെ കോഡ് വെച്ച് ആപ്ലിക്കേഷൻ പോർട്ടൽ വെച്ച് കഴിയുമ്പോഴേക്കും ആ ആപ്ലിക്കേഷൻ ഞങ്ങളുടെ വരുന്നത്. അത് പിന്നെ ഞങ്ങളാണ് ആപ്ലിക്കേഷൻ അസസ് ചെയ്തിട്ട് ഞങ്ങളാണ് അതിന്റെ ഡിസിഷൻ എടുക്കുന്നത്. ഓരോ റീജിയന്റെ അകത്തും വരുന്ന ആപ്ലിക്കേഷൻ ആ റീജിയന്റെ റീജിയണൽ ഡയറക്ടറാണ് ഡിസിഷൻ ചെയ്യുന്നത്. അപ്പൊ സാറിന് ഇന്ത്യ ഉൾപ്പെടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ, സൗത്ത് ഏഷ്യൻ ഏതൊക്കെ 15 രാജ്യങ്ങളാണ് നോക്കുന്നത്. 15 രാജ്യങ്ങളിലെ അഡ്മിഷൻസ് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒക്കെ അപ്രൂവൽസും ഒക്കെ നമ്മുടെ സാറിന്റെ ഓഫീസിൽ തന്നെയാണ് വരുമൊക്കെ. ശരി, ഓക്കെ. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഒക്കെ നല്ല ആപ്ലിക്കൻസ് വരുന്നുണ്ട്. നമുക്കൊരു ഇന്ത്യയിൽ നിന്നൊക്കെ 12,000 ആപ്ലിക്കേഷൻസ് ഒക്കെ. ശരി. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റ്സ് വിസയുടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് വിസ ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ US വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും സപ്പോർട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമോ?
എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അവിടുന്ന് ഞങ്ങൾ നിങ്ങളെ പിക്ക് ചെയ്യും. യൂണിവേഴ്സിറ്റി പിക്ക് ചെയ്യും. ഓക്കെ. ഇപ്പം എന്റെ യൂണിവേഴ്സിറ്റിയിലെ കാര്യം പറയാം. എന്റെ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിന്റെ അടുത്തുള്ള എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വന്ന് പിക്ക് ചെയ്യും. അക്കോമഡേഷന്റെ കാര്യം ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഓൺ ക്യാമ്പസിലുണ്ട്. മാസ്റ്റർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡന്റ് അസോസിയേഷൻസ് ഉണ്ട്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ദ ക്യാമ്പസ് തന്നെ ഓഫ് ക്യാമ്പസ് വിത്തിൻ ദ ക്യാമ്പസ് തന്നെ നമുക്ക് ചെയ്യാം. വളരെ ലിവിംഗ് എക്സ്പെൻസ് വളരെ കുറവാണ്. ഒരു $150 $200 ഒക്കെ ഒരു മാസം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിൽ 4 പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു $150 $200 സുഖം ചെയ്യാൻ പറ്റും. അപ്പം അതിന് കാരണം വെച്ചാൽ വേറെ എക്സ്പെൻസുകൾ ഒന്നുമില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്ക് കാണുമോ യൂണിവേഴ്സിറ്റി തന്നെ. അതുകൊണ്ട് ഹെൽത്ത് ഒക്കെ ഒരുമാതിരി കവർ ആകും. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവിടെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഫ്രീ ആണ് നമുക്ക്. എന്റെ യൂണിവേഴ്സിറ്റി കാർഡ് ഉള്ളപ്പോൾ നമ്മളെ ആ കാർഡ് ബസ്സെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആണ്. ഇവിടെ മൊത്തം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ. പിന്നെ ജിമ്മ് ഫിറ്റ്നസ് ഉണ്ട്, അതും ഇതെല്ലാം നമ്മുടെ സ്റ്റുഡൻസിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ആണ്. അപ്പൊ അവർക്ക് വേറെ മാത്രം ബാക്കി എക്സ്ട്രാ എക്സ്പെൻസുകൾ ഒന്നും വരുന്നില്ല. ലൈബ്രറി ഫ്രീ ആണ്, അങ്ങനത്തെ എല്ലാം ഫ്രീ ആണ്. ഇൻട്രോവേറ്റ് ആണെങ്കിലും നമുക്ക് യൂണിവേഴ്സിറ്റി തന്നെ നെറ്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആഡ് ബെനിഫിറ്റ്സ്. അപ്പൊ നമ്മൾ ഒരിക്കലും സ്റ്റുഡൻസിനെ റെസ്ട്രിക്ട് ചെയ്യത്തില്ല, ഇന്ന സാധനം ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് അവരെ എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയയിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പൊ ഒരു മെന്റൽ സ്ട്രെസ് വന്നു, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, ഭയങ്കര പ്രശ്നം. നമുക്ക് ഹെൽത്ത് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് എക്സ്ട്രാ സപ്പോർട്ട് നമുക്ക് തരും. യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റി എല്ലാ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റി. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ അൺലിമിറ്റഡ് ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു ഏരിയ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല. നമുക്കൊരു ബയോഡേറ്റ ഉണ്ടാക്കാം. എനിക്ക് അറിയത്തില്ല എഴുതാൻ വേണ്ടി, ജോബ് മാനേജർ ഉണ്ട്. ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെ. നമുക്കൊരു ഒരു ജോബിന് ആപ്ലിക്കേഷൻ വെക്കണം, നമുക്ക് എങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല. ചെന്ന് കഴിഞ്ഞാൽ കരിയർ സപ്പോർട്ട് കിട്ടും, അവർ തരും. അപ്പം ഇതെല്ലാം നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അത്രത്തോളം ശരിക്കും നമ്മൾ സ്ട്രോങ് ആണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് പല ആൾക്കാർക്കും വരുമ്പോൾ സംഭവിക്കുന്നത് ചിന്തിക്കാൻ ഞാൻ അങ്ങോട്ട് അങ്ങനെയല്ല. കാരണം നമ്മുടെ പുതിയ രാജ്യമാണ്, പുതിയ സിസ്റ്റമാണ്. അവർക്കത് അറിയാവുന്നതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ചെല്ലുന്ന കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരാൾക്ക് ഒരു സപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം ഇവർ ഫസ്റ്റ് ടൈം വന്നു ഓറിയന്റേഷൻ സമയത്ത് തന്നെ. നമ്മുടെ ഓറിയന്റേഷൻ പറഞ്ഞാൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരും ഓർഗനൈസേഷൻ അവിടെ കാണും, ഓരോ കൗണ്ടേഴ്സ് കാണും. നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാന്താത കൗണ്ടറിൽ കൂടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാം. ഓൺ ദ ക്യാമ്പസിൽ സേഫ്റ്റിക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. കാരണം ഓൺ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ക്യാമ്പസിൽ ഉണ്ട്, അവർ ഫുൾ ടൈം റോം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇറി പോലീസ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു 1 ഡേ ആണോ എങ്ങനെയാണ്? ഒരു 4 ദിവസം പ്രോഗ്രാം ഓറിയന്റേഷൻ ഉണ്ട്. അപ്പൊ എല്ലാ ഒരുമാതിരി എല്ലാ ധാരണ കിട്ടും എങ്ങനെയാണുള്ളത്, ഇൻക്ലൂഡിംഗ് ഒരു ട്രിപ്പ് ടു നായഗ്ര വാട്ടർഫോൾ. അതുകൊണ്ട് പിന്നെ ഒരു സിറ്റി ടൂർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അത്യാവശ്യ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കവേർഡ് ആയി. നമ്മുടെ ക്ലാസ് ഒക്കെ എത്ര ദിവസം, എത്ര ഡ്യൂറേഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? വണ്ടർഫുൾ, താങ്ക്സ്. ഓക്കെ, എല്ലാവരും ചിന്ത മാസ്റ്റർ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ദിവസം 4 മണിക്കൂർ 5 മണിക്കൂർ ക്ലാസ് ഉണ്ട് അല്ലെ. നമ്മുടെ നാട്ടിലെ 5 മണിക്കൂർ ക്ലാസ്. ശരിക്കും ഏറ്റവും രസകരമായി സംഭവിച്ചാൽ നമ്മൾ എടുക്കുന്ന 9 ക്രെഡിറ്റ് ആണെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 30 ക്രെഡിറ്റ് ആയിരിക്കും. 30, 28, 36 അങ്ങനെ പല ക്രെഡിറ്റ്സ് ആയിരിക്കും. സാധാരണഗതിയിൽ ഒരു സെമസ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ 9 ക്രെഡിറ്റ്സ് വരത്തുള്ളൂ. 9 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നിങ്ങൾക്ക് 9 മണിക്കൂർ ക്ലാസ് ഉള്ളൂ. ഒരാഴ്ച മൊത്തത്തിൽ 9 മണിക്കൂർ ഉള്ളൂ. അത് നിങ്ങൾക്ക് 2 ദിവസം കൊണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം, 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 3 ദിവസം കൊണ്ടാണെങ്കിൽ 3 hours into 3 days കാര്യം തീർന്നു. ബാക്കി സമയത്തൊക്കെ വർക്ക് ചെയ്യാം. നമ്മുടെ 4 days നമ്മുടെ കയ്യിലാണ്, അത് നമ്മുടെ ഇഷ്ടം. നമുക്ക് അസൈൻമെന്റ് ചെയ്യോ, അതും അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പാർട്ട് ടൈം ജോബോ, അതുപോലെ നമുക്ക് ഫ്രണ്ട്സ് സർക്കിൾ, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ സാറ് ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ അവന് അല്പം വർക്ക് ചെയ്യാം, അവന്റെ നല്ല കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു തട്ടിക്കൂട്ടിൽ പോകാതെ ഒരു നല്ല കരിയർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി US ആണ് സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും US. വേറെ ലോകത്തിൽ ഇത്രത്തോളം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ള ഒരു രാജ്യം വേറെ ഇല്ല. US ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി. അതുകൊണ്ടാണ് US പറയുന്നത് once you earn a US degree, your opportunity is going to be global. Not within US. ഒരിടത്തും നോ പറയില്ല, ഗ്ലോബൽ ആണ്. അത് ഏത് രാജ്യത്തെ പോലും നിങ്ങൾ എപ്പോഴും പ്ലേസ് ചെയ്യുന്ന ഹൈ ലെവലിലായിരിക്കും, ഒരിക്കലും ലോയിലേക്ക് പ്ലേസ് ചെയ്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ വിസ കിട്ടിയാൽ മാത്രം യൂണിവേഴ്സിറ്റി ഫീസ് പേ ചെയ്താൽ മതി. അതിന് മുന്നേ ഒരു ഫീസും ഇല്ല. നമുക്ക് മാത്രം. അതെ.
ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് വീണ്ടും ബുദ്ധിമുട്ടാണ്. വീണ്ടും റീഫണ്ട് ചെയ്യുമ്പോഴേക്കും എക്സ്ചേഞ്ച് ഡിലേ വരുന്നു. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൂ. ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, ഞാനൊരു നല്ല ഫ്യൂച്ചർ ആണോ എയിം ചെയ്യുന്നത്, നല്ല ഫ്യൂച്ചർ എയിം ചെയ്യുന്നെങ്കിൽ ബെസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും പറയും US. കാരണം ഞാൻ ഇപ്പൊ എന്റെ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന 8 വർഷമായി. അതിന് മുന്നേ ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഞാൻ ഇന്ത്യയുടെ റീജിയണൽ ട്രാവൽ ആയിരിക്കും അല്ലേ, പല ഞാൻ ഇന്ത്യയുടെ റീജിയണൽ മാനേജറായിട്ട് കയറുകയാണ്. പിന്നെ കഴിഞ്ഞ് ഒരു 3 രാജ്യങ്ങൾ ഡയറക്ടറായി, സൗത്ത് ഏഷ്യയായി, സൗത്ത് ഈസ്റ്റ് ഏഷ്യയും കൂടെ വന്നു. അപ്പൊ ഇതിലൂടെ ഫ്രീക്വന്റ് ട്രാവൽ, പിന്നെ ഇടയ്ക്ക് US ട്രാവൽ അല്ലെ, യുഎസിൽ ഇന്ത്യക്ക് സമയത്തൊക്കെ യുഎസിൽ പോകും, എല്ലാ സമയത്ത് ട്രാവല്. ഞാൻ അതുകൊണ്ട് അതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു 3 കൺസൾട്ടൻസി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരത്തെ മുന്നേ കണ്ടിട്ടുണ്ട് US പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരൊക്കെ നല്ല ലെവലിലായിരിക്കും. മുമ്പ് സാറ് പറഞ്ഞ പോലെ US പോയിട്ട് പിന്നെ തിരിച്ചു വന്ന നാട്ടിൽ നിൽക്കുന്ന ആരെയും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. എനിവേ, മലയാളികൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് US എന്നുള്ളത്. അതിനെക്കുറിച്ച് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന രതീഷ് സാറിനോട് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. താങ്ക് യു. അപ്പം മലയാളികൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാത്ത US എന്ന ഒരു നല്ല സ്റ്റഡി ഡെസ്റ്റിനേഷൻ, ഒരു ഓപ്ഷനെ കുറിച്ചാണ് രതീഷ് സാറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് വളരെ വാല്യുബിൾ ആയിട്ടുള്ള, നമ്മൾ പലപ്പോഴും US വളരെ എക്സ്പെൻസീവ് ആണ്, അല്ലെ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ US വിസ കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ കൊണ്ട് നമ്മൾ അല്പം കൂടി ഈസിയർ എന്ന നിലയിൽ UK യും കാനഡയും ഒക്കെ കൺസിഡർ ചെയ്യുന്നു. പക്ഷേ അതേ ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് US എന്ന നല്ലൊരു ഓപ്ഷൻ എക്സ്പ്ലോർ ചെയ്യാം എന്ന് രതീഷ് സാറ് പറഞ്ഞു. ഏതായാലും ഈ ഒരു അവസരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് US ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രതീഷ് സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഷ്രിൻസ് കൺസൾട്ടൻസി സർവീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ ഈ ഷ്രിൻസിന്റെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ഈ USA എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയും കൂടി ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നൽകിയിട്ടുണ്ട്, അതും കാണാൻ മറക്കല്ല്. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക. മലയാളികൾക്ക് ഒരു സ്വഭാവമാണല്ലോ കൂടുതൽ രാജ്യങ്ങൾ, കൂടുതൽ അവസരങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ലോകത്തെമ്പാടും യാത്ര ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരവും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.